ഒന്ന് ദിനവൃത്താന്തം അധ്യായം 27. മേൽനോട്ടക്കാർ. രാജഭണ്ഡാരങ്ങളുടെ ചുമതല അബിയേലിന്റെ മകൻ അസ്മാവെത്തിനായിരുന്നു. വലിയ നഗരങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഉള്ള സംഭരണശാലകളും ഗോപുരങ്ങളും ഉസിയായുടെ മകൻ ജോനാഥാന്റെ ചുമതലയിൽ ആയിരുന്നു. കെലൂബിന്റെ മകൻ എസ്രി കൃഷിക്കാരുടെ മേൽനോട്ടം വഹിച്ചു. റാമാത്യനായ ഷിമേയി മുന്തിരിത്തോട്ടങ്ങളുടെ ചുമതല ഏറ്റു. ഷിഫിമ്യനായ സബ്ദി വീഞ്ഞറകളുടെ ഭരണം നിയന്ത്രിച്ചു. ഷെഫേലായിലെ ഒലിവ് തോട്ടങ്ങളും അത്തിമരത്തോട്ടങ്ങളും ഗേദർകാരൻ ബാൽ ഹനാന്റെ കീഴിലായിരുന്നു. ഒലിവെണ്ണയുടെ സംഭരണശാല യോവാഷിന്റെ അധീനതയിലായിരുന്നു. ഷാറോൻ മേച്ചിൽപ്പുറങ്ങളിലെ കന്നുകാലികൾ അവിടുത്തുകാരൻ ഷിത്രായിയുടെ സൂക്ഷിപ്പിലായിരുന്നു. താഴ്വരയിലെ കന്നുകാലികൾ അദ്ലായിയുടെ മകൻ ഷാഫാത്തിന്റെ കീഴിലും. ഇഷ്മായേലിനായ ഒബീൽ ഒട്ടകങ്ങളുടെ ചുമതല വഹിച്ചു. മൊറോണോത്യനായ തഹ്ദേയിയ പെൺകഴുതകളുടെയും ഹഗിരിത്യനായ യാസിസ ആട്ടിൻപറ്റങ്ങളുടെയും സംരക്ഷണ ചുമതല വഹിച്ചു. ദാവീദ് രാജാവിൻ്റെ സമ്പത്തിൻ്റെ ചുമതല വഹിച്ചത് ഇവരാണ്. ദാവീദിൻ്റെ അമ്മാവനായ ജോനാഥാൻ പണ്ഡിതനും നിയമജ്ഞനുമായ ഉപദേഷ്ടാവായിരുന്നു. ഇവനും ഹക്മോനിയുടെ മകൻ യഹിയേലും രാജകുമാരന്മാരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നോക്കി. അഹിത്തോഫെൽ രാജാവിൻ്റെ ഉപദേഷ്ടാവും അർഖ്യനായ ഹുഷായി മിത്രവും ആയിരുന്നു. അഹിത്തോഫെലിന് ശേഷം രാജോപദേഷ്ടാക്കളായി ബനായായുടെ മകൻ യഹോയാദയും അബിയാദറും സേവനം അനുഷ്ഠിച്ചു. യോവാബ് ആയിരുന്നു സേനാ നായകൻ.